സനാഉള്ള അൽ ഹിന്ദി അൽ അമൃത്സരി റഹ്മഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ ഓഡിയോ നമ്പർ 9 സൂറത്തുൽ ബഖറ 21 മുതൽ 25 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون يا أيها الناس അല്ലയോ ജനങ്ങളെ ഉഅ്ബുദു റബ്ബക്കും നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ആരാധന അർപ്പിക്കുക. ഉഅ്ബുദു യാ അയ്യുഹന്നാസു ഉഅ്ബുദു ചേർത്ത് ഓതുമ്പോൾ യാ അയ്യുഹന്നാസു ഉഅ്ബുദു ഐ ദല്ലിലു അൻഫുസക്കും ഗായത തദ്ലീൽ. അപ്പോൾ തദല്ലുലിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ അവനോട് ആവുക, അവനർപ്പിക്കുക, അവന് അതിയായി വിധേയപ്പെടുക എന്നതാണ്. വഅള്ളിമുല്ലാഹ അല്ലാഹുവിനെ നിങ്ങൾ മഹത്വവൽക്കരിക്കുക. മുഖ്ലിസ്വീന ലഹുദ്ദീന ദീൻ സമർപ്പണം അവന് മാത്രം തനിച്ചാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി എന്നതാണ്. ഇബാദത്ത് ദുആ ഇതെല്ലാം അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക എന്ന്. അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും അല്ലദീ ഖലഖകും ആ റബ്ബ് നിങ്ങളുടെ റബ്ബ് അവൻ ആരാണ്? അവൻ നിങ്ങളെ പടച്ചിരിക്കുന്നവൻ. വല്ലദീന മിൻ ഖബലികും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചവൻ. അതായത് മീലു ഇലൽ ഖാലിഖി നിങ്ങൾ ഖാലിഖ് സൃഷ്ടാവിലേക്ക് പടച്ചവനിലേക്ക് ചായുക. വലാ തമീലു ഇലാ മൻ ലം യഖ്ലുഖ് ഷൈഅ ഒന്നും സൃഷ്ടിക്കാത്ത ഒന്നും പടക്കാത്തവരിലേക്ക് നിങ്ങൾ തിരിയരുത്, നിങ്ങൾ ചായരുത്. ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൻ നഹ്ൽ 17-ാമത്തെ ആയത്തിൽ കാണാം അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. അഫമൻ യഖ്ലുഖു സൃഷ്ടിക്കുന്നവൻ ആണോ, കമൻ ലാ യഖ്ലുഖു സൃഷ്ടിക്കാത്തവരെ പോലെയാണോ, അഫലാ തദക്കറൂൻ അവർ ചിന്തിക്കുന്നില്ലേ, അവർക്ക് ബോധമില്ലേ എന്ന്. അപ്പോൾ ഒന്നും സൃഷ്ടിക്കാൻ കഴിയാത്ത സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുന്നത് വ്യർത്ഥമാണ്. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതാണ്. ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ മുത്തഖീങ്ങളാകാൻ സൂക്ഷ്മത ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി. അതായത് ലികൈ തസ്വീറു മുത്തഖീന ലില്ലാഹ്
നിങ്ങൾ അള്ളാഹുവിന് മുത്തഖീങ്ങളാകാൻ, അള്ളാഹുവിന് തഖ്വയുള്ളവർ ആകുന്നതിന് വേണ്ടി. അർ-റജാഉ റാജിഉൻ ഇലൽ മുഖാത്തബി ലാ ഇലൽ മുതകല്ലിമി ഫഫ്ഹം. അപ്പോൾ ഈ റജാ, പ്രതീക്ഷ, ആഗ്രഹം, റജാ എന്നത് മുഖാത്തബിലേക്കല്ല, മുഖാത്തബിലേക്ക് മടങ്ങുന്നതാണ്, മുത്തകല്ലിമിലേക്ക് മടങ്ങുന്നതല്ല എന്ന്. അപ്പോൾ പ്രതീക്ഷ ആർക്കാണ് വേണ്ടത്? ജനങ്ങൾക്ക്, സൃഷ്ടികൾക്ക് ആണ് വേണ്ടത്. അള്ളാഹുവിലേക്കാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്ന്. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ. അല്ലദീ എങ്ങനെയുള്ളവൻ? അള്ളാഹുവിനെ, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് വീണ്ടും പറയാണ്, വിശദീകരിക്കുകയാണ്. അർദ് ഭൂമിയെ നിങ്ങൾക്ക് ആക്കിയവൻ, ഫിറാശ ഫിറാഷാക്കിയവൻ, വിരിപ്പാക്കിയവൻ, വസ്സമാ ആകാശത്തെ ആക്കിയവൻ, ബിനാ എടുപ്പ്, ഒരു മേൽക്കൂര, റൂഫ് ആക്കിയവൻ, വഅൻസല മിനസ്സമായി, വഅൻസല അവൻ ഇറക്കുകയും ചെയ്തു, മിനസ്സമായി ആകാശത്തിൽ നിന്ന് മാഅൻ വെള്ളത്തെ, അതായത് മിനസ്സഹാബി മേഘത്തിൽ നിന്ന് എന്നതാണ് ആശയം. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൻ നൂർ 43-ാമത്തെ ആയത്തിൽ കാണാം. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു ثم يجعله ركاما فترى الودق يخرج من خلاله. ألم ترى, നീ കാണുന്നില്ലേ? അന്നല്ലാഹ നിശ്ചയം അല്ലാഹു യുസ്ജി, അവൻ തെളിക്കുന്നു, പതുക്കെ പതുക്കെ തെളിക്കുന്നു, സഹാബൻ മേഘത്തെ, സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ അതിനെ പരസ്പരം ഇങ്ങനെ ചേർക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു, സുമ്മ യജ്അലുഹു റുകാമ, പിന്നെ അതിനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ ആക്കുന്നു. ഫതറൽ വദ്ക, അപ്പം നിനക്ക് കാണാം വദ്ക്, വെള്ളത്തെ കാണാം, യഖ്റുജു മിൻ ഖിലാലിഹി, ആ മേഘത്തിൻ്റെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട്, ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായിട്ട്. വഖൗലു ഷാഇർ, ഷാഇറിൻ്റെ വാക്ക്, ഫഅൻതും സമാഉൻ യുഅ്ജിബുൻ നാസ റിസ്സുഹാ, യുഅ്ജിബുൻ നാസു റിസ്സഹാ ബിആബിദത്തിൻ തൻഹി ഷദീദിൻ വഈദുഹ. അത് ആകാശത്ത് ആ ശബ്ദം, മഴമേഘങ്ങളൊക്കെ കൂട്ടിയിടിച്ച് ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ആ ശബ്ദത്തെക്കുറിച്ചൊക്കെ പറയാണ്, ശക്തമായിട്ടുള്ള. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി, അപ്പോൾ അതുകൊണ്ട്, അതായത് ആ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന വെള്ളം, മഴ കൊണ്ട്, ഫഅഖ്റജ അവൻ പുറപ്പെടുവിച്ചു, ബിഹി അതുകൊണ്ട്, മിനസ്സമറാത്തി പഴങ്ങളിൽ നിന്ന്, അതായത് സസ്യലതാദികളെ അവൻ മുളപ്പിച്ചു. സിഫത്തുൻ ലിരിസ്ഖൻ, റിസ്ഖ് എന്നതിൻ്റെ സിഫത്തായിട്ട്, റിസ്ഖൻ ലക്കും നിങ്ങൾക്ക് റിസ്ഖ് ആയിട്ട്. അപ്പോൾ ആ റിസ്ഖ് എങ്ങനെയാണ്? ആകാശത്തിൽ നിന്ന് അവൻ പുറപ്പെടുവിക്കുന്ന, അവൻ ഇറക്കുന്ന ആ മഴ മൂലം പുറപ്പെടുവിക്കുന്ന പഴങ്ങൾ, സസ്യലതാദികൾ, അതാണ് നിങ്ങൾക്ക് റിസ്ഖായിട്ട്. മഫ്ഊലുൻ ബിഹി, അതാണ് മഫ്ഊലുൻ ബിഹിയാണ് റിസ്ഖായിട്ട് എന്നത്. ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ ആക്കരുത്, നിദ്ദുകളെ ഏർപ്പെടുത്തരുത്, സമന്മാരെ ഏർപ്പെടുത്തരുത്. ബിൽ ഇബാദത്ത്, ഇബാദത്ത് കൊണ്ട്, വൽ മഹബ്ബത്തി ലിഗൈരിഹി, അള്ളാഹു അല്ലാത്തവർക്കുള്ള മഹബ്ബത്തും. ഇപ്പം ശക്തമായിട്ടുള്ള മഹബ്ബത്ത് അള്ളാഹുവിനോടാണ് വേണ്ടത്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സൂറത്തുൽ ബഖറ 165-ാമത്തെ ആയത്തിൽ, വമിനൻ നാസി ജനങ്ങളിലുണ്ട്, മനുഷ്യരിലുണ്ട് ഒരു കൂട്ടരെ, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹുവിനെ കൂടാതെ നിദ്ദുകളെ സമന്മാരെ ആക്കുന്നവർ, സ്വീകരിക്കുന്നവർ, യുഹിബ്ബൂനഹും അവർ ആ സമന്മാരെ, അള്ളാഹുവിന് അവർ ഏർപ്പെടുത്തുന്ന സമന്മാരെ അവർ ഇഷ്ടപ്പെടുന്നു, കഹുബ്ബില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ആ നിദ്ദുകളെയും അവർ ഇഷ്ടപ്പെടുന്നു, അവർക്കും ഇബാദത്ത് അർപ്പിക്കുന്നു, അവരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനൂ, എന്നാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ്? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് ശക്തമായിട്ടുള്ള, കൂടുതൽ ശക്തമായിട്ടുള്ള സ്നേഹമുള്ളവരാണ് എന്ന്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, അപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിന് സമന്മാരെ ഏർപ്പെടുത്തരുത്. ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ വഅൻതും തഅലമൂൻ.
അല്ലാ ഇലാഹ ഇല്ലാഹുവ, എന്തറിഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇബാദത്ത്, ദുആ, പ്രാർത്ഥന ഇതൊക്കെ അവനോട് മാത്രമേ ആകാവൂ, അവന് മാത്രമേ ഇബാദത്തിൻ്റെ ഇനങ്ങൾ അർപ്പിക്കാവൂ എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കരുത്. അള്ളാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ فإذا ركبوا في الفلك دعوا الله مخلصين له الدين. فإذا ركبوا في الفلك, فإذا ركبوا, ആ മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ, ജാഹിലിയ കാലത്തെ മുശ്രിക്കുകൾ ഒക്കെ എന്തായിരുന്നു? അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു. മുഖ്ലിസ്വീന ലഹുദ്ദീൻ, സമർപ്പണം അവന് മാത്രം തനിച്ചാക്കിക്കൊണ്ട്. അപ്പോൾ അവർ കപ്പലിൽ കയറിയാൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൊക്കെ അവർ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തവരായിരുന്നു. എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ചില ആളുകൾ പ്രയാസഘട്ടങ്ങളിൽ വളരെ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന് വിട്ട് മറ്റുള്ളവരോട് തേടുന്നു, ഔലിയാക്കളോട് തേടുന്നു, ഷെയ്ഖന്മാരോട് തേടുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ് എന്നതാണ്. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽന, നാം അവതരിപ്പിച്ചതിൽ, അലാ അബ്ദിന, നമ്മുടെ ദാസന് മേൽ, ഐ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം അവതരിപ്പിച്ച ഈ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ നിങ്ങൾക്ക് സന്ദേഹമുണ്ടെങ്കിൽ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, അതുപോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും, ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരും. ഫിൽ ബലാഗത്തി വഹുസ്നി തർത്തീബ്, അത് നല്ല ബലാഗത്ത്, പിന്നെ ഭംഗിയൊക്കെ ഉള്ള പ്രയോഗമാണെന്നുള്ളതാണ്. ഈ കൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വഇദാ തുത്ല അലൈഹിം ആയാതുനാ ഖാലൂ ഖദ് സമിഅനാ ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. സൂറത്തുൽ അൻഫാൽ 31-ാമത്തെ ആയത്ത്. ഇദാ തുത്ല അലൈഹിം ആയാതുനാ, നമ്മുടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ആ മുശ്രിക്കുകൾ പറയും, ബൗദ്ധവിശ്വാസികൾ പറയും, ഖദ് സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ഇതുപോലെയൊക്കെ ഞങ്ങൾക്കും പറയാൻ പറ്റും. ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവികരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അപ്പോൾ അള്ളാഹു അവരെ എന്ത് ചെയ്യാണ്? വെല്ലുവിളിക്കാണ്. അങ്ങനെ നാം നമ്മുടെ ദാസൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ഈ വിശുദ്ധ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചാപ്റ്റർ, ഒരു അധ്യായം, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. മാത്രമല്ല വദുഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെയുള്ള നിങ്ങളുടെ സാക്ഷികളെയും കൊണ്ടുവന്നോളൂ. അല്ലദീന യശ്ഹദൂന അലാ മുമാസലതിഹി ലിൽ ഖുർആൻ, അപ്പോൾ അവർ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷികളെ കൂടി കൊണ്ടുവരാൻ, ഖുർആന് തുല്യമായതൊന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂറത്തെങ്കിലും, അത് സമാനമായതെങ്കിലും കൊണ്ടുവരാൻ. അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുൽ ഹലുമ്മ ശുഹദാഅകുമുല്ലദീന യശ്ഹദൂൻ, അവിടെ ശുഹദാ എന്നുള്ള പ്രയോഗം അതിനെപ്പറ്റി പറയാണ്. സൂറത്തുൽ അൻആം 150-ാമത്തെ ആയത്തിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഖുൽ നബിയെ പറയുക, ഹലുമ്മ, കൊണ്ടുവരൂ, ശുഹദാക്കും അല്ലദീന യശ്ഹദൂൻ, നിങ്ങൾ സാക്ഷിയാക്കുന്ന ശുഹദാക്കളെ കൊണ്ടുവരൂ, സാക്ഷികളെ കൊണ്ടുവരൂ. ഫീ ദഅവാകും അന്ന മുഹമ്മദ് ഇൻ കുൻതും സാദിഖീൻ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ കൂടാതെയുള്ള ശുഹദാക്കൾ, നിങ്ങളുടെ സഹായികളെ, സാക്ഷികളെയൊക്കെ കൊണ്ടുവന്നോളൂ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഫീ ദഅവാകും അന്ന മുഹമ്മദൻ ഇഫ്തറാഹു, ഈ ഖുർആനെ മുഹമ്മദ് കെട്ടിച്ചമച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ, ആ വാദത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ സാക്ഷികളെയും സഹായികളെയൊക്കെ കൊണ്ടുവന്നോളൂ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ചാപ്റ്ററെങ്കിലും, ഈ ഖുർആനിലുള്ളതുപോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന്. അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തു സജ്ദ 3-ാമത്തെ ആയത്ത്, അതിനെ അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് എന്ന് അവർ പറയുകയാണോ എന്ന്. അപ്പോൾ ഇതിനിടയിൽ ഉള്ളൊരു പ്രയോഗമാണ് പാരന്തസിസ് എന്നൊക്കെ പറയും. അതാണ് മുഅ്തറദത്തുൻ ബിശർത്തി വൽ ജസാ. ഇവിടെ നിങ്ങൾ ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസന് മേൽ നാം അവതരിപ്പിച്ച ഇറക്കിയതിൽ നിങ്ങൾക്ക് സന്ദേഹമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞേ, അതാണ് ഷർത്ത്, കണ്ടീഷണൽ ക്ലോസ് ആണത്. അപ്പോൾ അതിൻ്റെ ജസ എന്നാണ് പറയുന്നത്, ജവാബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അറിയില്ല, ചിലപ്പോൾ രണ്ടും ഒന്നായിരിക്കും. ഏതാവട്ടെ,
ഇവിടെ ആ ജസാ അലി ജവാബ് എന്താണ്? ഫത്തഖുന്ന, അവരുടെ അങ്ങനെ ആണെങ്കിൽ അവരെന്ത് പ്രതീക്ഷിക്കണം? ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസ് വൽ ഹിജാറ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോളൂ എന്നാണ്. അങ്ങനെ അതിനിടയിൽ പറയാണ് ഫഇല്ലം തഫ്അലൂ, നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലൻ തഫ്അലൂ, നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അങ്ങനെ ഖുർആനെ പോലെ ഒരു ചാപ്റ്റർ, ഖുർആനുള്ളതുപോലെ ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു പാരന്തസിസ് ആയിട്ട് പറയണത് വലൻ തഫ്അലൂ, നിങ്ങൾക്ക് അതിന് സാധിക്കൂല. അങ്ങനെ നിങ്ങൾക്ക് ഫഇല്ലം തഫ്അലൂ, അതായിരിക്കും ഷർത്ത്. നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിച്ചോളൂ. എന്തേ? അന്നാറ, നരകത്തെ സൂക്ഷിച്ചോളൂ. അല്ലത്തി വഖൂദുഹ, അതിൻ്റെ വിറക് എന്താണ്? അന്നാസ്, മനുഷ്യരാണ് അതിൻ്റെ വിറക് എന്ന്. അപ്പോൾ ഫഇല്ലം തഫ്അലൂ എന്നുള്ളതൊരു ഷർത്താണ്. നിങ്ങളങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ പറയണം വലം തഫ്അലൂ, നിങ്ങൾക്കങ്ങനെ കഴിയില്ല. നിങ്ങളത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തെ സൂക്ഷിച്ചോളൂ എന്ന്. അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ, സൂറത്ത് അത് കൊണ്ടുവരാൻ കഴിയില്ല. വഖൂദുഹന്നാസു എന്ന് പറഞ്ഞു. എന്താണ്? അതിലെ വിറക് ജനങ്ങളാണെന്ന് പറഞ്ഞു. അതായത് ജനങ്ങൾ പറഞ്ഞാൽ എല്ലാ ജനങ്ങളും അല്ല, അൽ മുശ്രിക്കൂൻ, ബഹുദൈവവിശ്വാസികൾ. ശാശ്വതവാസികളായിട്ട് നരകത്തിലുണ്ടാവുക സത്യനിഷേധികളായിട്ടുള്ള ബഹുദൈവവിശ്വാസികൾ, സത്യനിഷേധികൾ മാത്രമായിരിക്കും. വൽ ഹിജാറത്തു, മാത്രമല്ല അവിടുത്തെ വിറക് വേറെന്താണ്? കല്ലുകളുമാണ്. അൽ അസ്നാം, അതായത് ബിംബങ്ങൾ, കല്ലുകൾ കൊണ്ട്, ശിലകൾ കൊണ്ട് ഒക്കെയാണ് അവർ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. വകുല്ലു മാ യുഅബദു മിൻ ദൂനില്ലാഹി മിനൽ അംകിനതി വൽ ഖുബൂരി വഗൈരിഹ, മാത്രമല്ല അല്ലാഹു അല്ലാതെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ, ആരാധിക്കപ്പെടുന്നുണ്ടോ, പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ, ഇസ്തിഗാസ ചെയ്യപ്പെടുന്നുണ്ടോ അള്ളാഹുവിന് ഇതായിട്ട്, അത് ഏതൊക്കെ സ്ഥലങ്ങളാണെങ്കിലും ഖബറുകളാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും ഒക്കെ അതിൽപ്പെടും. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. ഇന്നക്കും, നിശ്ചയം നിങ്ങൾ, വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് അർപ്പിച്ചിരുന്നവരും, ഹസബു ജഹന്നം, ഒക്കെ എന്താണ്? ജഹന്നമിലെ വിറകാണ്, നരകത്തിലെ വിറകാണ്, നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നതാണ്. ഉഇദ്ദത്തിൽ കാഫിരീൻ, അത് കാഫിരിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്ന്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അവർ സത്യനിഷേധികൾ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ ഇബാദത്ത് ചെയ്തിരുന്ന, ആരാധന അർപ്പിച്ചിരുന്ന, നേർച്ചകളും വഴിപാടുകളൊക്കെ അർപ്പിച്ചിരുന്ന, അള്ളാഹുവിന് നിദ്ദായിട്ട് സമന്മാരായിട്ട് അവർ കൽപ്പിച്ചിരുന്ന ബിംബങ്ങൾ, മറ്റ് സംഗതികളൊക്കെ, അതെല്ലാം നരകത്തിലുണ്ടാവുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കൂടാതെ അവർ സ്വാലിഹ്യങ്ങളായിട്ടുള്ള ജനങ്ങളെ, നബിമാരെ, മലക്കുകളെ ഒക്കെ ഇബാദത്ത് ചെയ്തിരുന്നു. അപ്പോൾ അവർ നരകത്തിലുണ്ടാകും എന്നുള്ളതല്ല, ആ ബിംബങ്ങൾ ഉണ്ടാകും എന്നതാണ്. അതുകൂടാതെ എന്നെ ആരാധിക്കണമെന്ന്, അള്ളാഹുവിനെ കൂടാതെ എന്നെ ഇബാദത്ത് ചെയ്യണം എന്ന് വാദിച്ചിരുന്ന, അങ്ങനെ കൽപ്പിച്ചിരുന്ന ആരാധ്യരായിട്ടുള്ള ആളുകളും ആണ് ഉദ്ദേശിക്കപ്പെടുന്നത്. വബശ്ശിരില്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ അമൽ ചെയ്യുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ, അങ്ങനെയുള്ളവരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അന്നലഹും, നിശ്ചയം അവർക്കുണ്ട്, ജന്നാത്തിൻ, സ്വർഗങ്ങളുണ്ട്, ജന്നത്തുകളുണ്ട്, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹ, അവയുടെ താഴ്വാരത്ത് കൂടി, അൽ അൻഹാർ, നദികൾ ഒഴുകുന്നു, കുല്ലമാ റുസിഖു മിൻഹാ, അതിൽ നിന്ന് അവർക്ക് നൽകപ്പെടുമ്പോൾ, വിഭവങ്ങൾ നൽകപ്പെടുമ്പോൾ, ഭക്ഷിപ്പിക്കപ്പെടുമ്പോൾ, അതായത് മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്ന്, മിൻ സമറത്തിൻ, എന്ത്, പഴങ്ങൾ, മഫ്ഊലുൻ സാനി, രണ്ടാമത്തെ മഫ്ഊലാണത്. വബശ്ശിരില്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖു മിൻഹാ, അതിൽ നിന്ന് അവർക്ക് നൽകപ്പെടുമ്പോൾ, എന്ത്, മിൻ സമറത്തിൻ, പഴങ്ങളിൽ നിന്ന്, റിസ്ഖൻ, കുല്ലമാ റുസിഖു മിൻഹാ മഫ്ഊലു സാനി, റുസിഖു എന്നതിന് മഫ്ഊലു സാനി എന്ന് പറയുന്നത്. മസ്ദർ ഔ മഫ്ഊലുൻ ലഹു, റിസ്ഖ എന്നുള്ളത് മസ്ദറാണ്, അല്ലെങ്കിൽ മഫ്ഊലുൻ ലഹു ആണ്. റുസിഖു എന്നത് മജ്ഹൂലാണ്. പക്ഷേ ഉക്കുലൻ, അപ്പോൾ റിസ്ഖ് എന്ന് പറയുമ്പോൾ ഉക്കിൽ, തീറ്റ, ഭക്ഷണം.
ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ. അപ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണ്. അതായത് ഐഫി ദുനിയാവിൽ ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഞങ്ങൾ സ്വർഗ്ഗവാസികൾ പറയുന്നൊരു വചനമാണ്. എന്ത്? മുമ്പ് അതായത് ദുനിയാവിലായിരുന്നപ്പോൾ അവനെ ഞങ്ങൾ വിളിച്ച് തേടിയിരുന്നു, അവനോട് ഞങ്ങൾ ദുആ ചെയ്തിരുന്നു. നദഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അവൻ ഗുണവാനും കരുണാവാരിധിയുമാണ് എന്ന്. അപ്പോൾ ഇവിടെ മിൻ ഖബ്ലു എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അതിന് ഒരു വ്യാഖ്യാനം പറഞ്ഞതാണിത്. മിൻ ഖബിൽ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബിൽ, മുമ്പ് ഞങ്ങളിത് ഭക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം വേറൊരു ആയത്തിൽ മിൻ ഖബിൽ എന്ന് വന്നിട്ടുണ്ട്. അവിടെ മിൻ ഖബിലിൻ്റെ അർത്ഥം എന്താണ്? ദുനിയാവിൽ നിന്ന്. അപ്പോൾ ഇവിടെ അതേ ആശയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഈ ആയത്ത് തഫ്സീറായിട്ട്. ഉത്തൂബിഹി മുതശാബിഹ, എന്നാൽ ഈ പഴങ്ങൾ അവർക്ക് സദൃശമായി നൽകപ്പെടുന്നതാണ്. ബിസിമാരി ദുനിയാവിലെ പഴങ്ങൾക്ക് സദൃശമായിട്ട്, ഫി സൂറത്തി രൂപത്തിൽ മാത്രം, പക്ഷേ രുചിയിൽ വ്യത്യസ്തമാണ്. ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും, ഇബ്രാഹിം 4-ാമത്തെ ആയത്ത്. അവിടെ എന്തുകൊണ്ടാണ് ആ തഫ്സീർ അവിടെ എങ്ങനെയെന്ന് യോജിക്കുന്നത് മനസ്സിലായിട്ടില്ല. വലഹും ഫിഹാ അസ്വാജും മുതഹറ, ആ സ്വർഗത്തിൽ അവർക്ക് വിശുദ്ധരായിട്ടുള്ള ഇണകൾ ഉണ്ടായിരിക്കുമെന്ന്. മിൻ സൂഇൽ അഖ്ലാഖി, വിശുദ്ധരായി എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് ശുദ്ധരായി? ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്. ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്, അഹ്ലു ബൈത്തിന്റെ മാലിന്യം അവരിൽ നിന്ന് പോക്കിക്കളയാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. വയുതഹിറകും തത്ഹീറ, ഒരു ശുദ്ധിയാക്കൽ, നിങ്ങളെ ശുദ്ധിയാക്കാനും. അപ്പോൾ മുതഹറ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? റിജ്സ്, മാലിന്യം, മ്ലേച്ഛതകൾ, അതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ചീത്ത സ്വഭാവങ്ങൾ, അതിൽ നിന്ന് ശുദ്ധമായ ഇണകൾ എന്നർത്ഥം. വഹും ഫീഹ, അവർ അവിടെ, അതായത് ആ സ്വർഗത്തിൽ, ഐഫിൽ ജന്നത്തി സ്വർഗത്തിൽ, അതിൻ്റെ അനുഗ്രഹങ്ങളിലും ഐശ്വര്യങ്ങളിലും ഖാലിദൂൻ, ശാശ്വതവാസികൾ ആയിരിക്കും എന്ന്.